ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ വിനയ് ജോസ് സംവിധാനം ചെയ്ത ആപ് കേസേ ഹോ എന്ന സിനിമ, ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ തന്നെ വലിയ തരംഗമായിരുന്നു. കാരണം ധ്യാൻ്റെ ഇൻ്റർവ്യൂ വരുമ്പോൾ തന്നെ അറിയാലോ, അത്രമേൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. എത്ര കണ്ടാലും മതി വരാത്ത ധ്യാൻ്റെ ഇൻ്റർവ്യൂ. പക്ഷേ ഈ സിനിമ ഒരു 10 മിനിറ്റ് പോലും കണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ ഇവർ ഹ്യൂമർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ ബോറൻ സാധനങ്ങളായിട്ട് മാറുകയാണ്. ബോറൻ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഈ സിനിമയുടെ ഹ്യൂമർ വർക്കായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയട്ടെ. കാരണം എനിക്കിത് പറയുന്നതിൽ വലിയ അഭിമാനമൊന്നും തോന്നുന്നില്ല ഒരു സിനിമയുടെ നെഗറ്റീവ് പറയുന്നതിലൊന്നും തന്നെ. പക്ഷേ ഒരു തരത്തിലും ഒരു പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് പിടിച്ചിരുത്തുന്നതോ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയോ, ഇത്രയും താരങ്ങളുണ്ട്, ഇത്രയും അഭിനയ മുഹൂർത്തങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്നും ഈ സിനിമയിലില്ല. ഞാൻ പറയുന്നത് വേൾഡ് ക്ലാസിക് സീനുകൾ വേണമെന്നൊന്നുമല്ല. ഇതുപോലൊരു സിനിമയിലേക്ക് വരുമ്പോൾ ഈ ജോണർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. ഒരു ഫൺ റൈഡ്, അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്രയും മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രേക്ഷകനെ പോലും വലിയ നിരാശയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് ഈ സിനിമ. ധ്യാൻ ശ്രീനിവാസൻ്റെ റൈറ്റിംഗ്, നമുക്ക് ധ്യാൻ്റെ ഇതിന് മുന്നത്തെ സിനിമകളുടെ എഴുത്തുകളൊക്കെ തന്നെ നോക്കിയാൽ പോലും അതിനകത്ത് കുറച്ച് പ്രതീക്ഷ നൽകുന്ന രംഗങ്ങളുണ്ടാകും, ചില സീനുകളുണ്ടാവാം. അതെല്ലാം തന്നെ തിയേറ്ററിൽ ഹ്യൂമറെങ്കിലും വർക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാം. ഇപ്പോൾ പ്രകാശം പരക്കട്ടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗൂഢാലോചന, ലവ് ആക്ഷൻ ഡ്രാമ, ഇതെല്ലാം തന്നെ വളരെ ഇപ്പോൾ ഞാൻ പറയുന്ന പ്രകാശം പരക്കട്ടെ പോലും ചില രംഗങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ലവ് ആക്ഷൻ ഡ്രാമ ഉടനീളം വർക്കായ ഒരു ഹ്യൂമർ സിനിമയാണ്. അതോടൊപ്പം തന്നെ ധ്യാൻ്റെ റൈറ്റിംഗ് പ്രധാനമായും തന്നെ ഗൂഢാലോചനയിൽ പോലും അതിൻ്റെ ഹ്യൂമർ സീൻസൊക്കെ ഇപ്പോഴും ട്രോളന്മാർ യൂസ് ചെയ്യുന്ന രംഗങ്ങളാണ്. പക്ഷേ ഇത് ആപ് കേസേ ഹോ ഇത് പ്രേക്ഷകർക്ക് വെച്ചൊരു ആപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തിയേറ്ററിലേക്ക് പൈസ കൊടുത്ത് വാ, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു ആപ്പാണിത്. തിയേറ്ററിൽ നിന്ന് 1.25 മണിക്കൂർ നിങ്ങൾക്ക് ഇരുന്ന് തിരിച്ച് ഞങ്ങൾ ആപ്പ് വെച്ചിട്ട് തിരിച്ചു പോകുകയാണെന്നുള്ളതാണ്. ആകെ ഇതിനൊരു സമാധാനം എന്ന് തോന്നിയത് 1 മണിക്കൂർ 45 മിനിറ്റ് മാത്രമാണ് ഡ്യൂറേഷൻ എന്നുള്ളതാണ്. കാരണം വളരെ ഒരൊറ്റ രാത്രി സംഭവിക്കുന്ന, ഒരൊറ്റ ദിവസം സംഭവിക്കുന്ന ഒരു കഥയാണ്. അതിൽ പകുതിയിലേറെ രാത്രിയാണ് സംഭവം. പക്ഷെ അത് ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടണേ എന്ന് പ്രേക്ഷകർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അത്രമേൽ ഈ സിനിമയിൽ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് മാറുന്നു. വലിയ സ്റ്റാർ കാസ്റ്റൊക്കെ ഉണ്ട്. അജു വർഗീസ്, രമേഷ് പിഷാരടി, ജീവ ജോസഫ്, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ ഹ്യൂമർ അത്രമേൽ ഫ്ലാറ്റാണ്. ചിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിരി തോന്നുന്ന 2-3 മുഹൂർത്തങ്ങൾ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ശ്രീനിവാസൻ വന്നതിന് ശേഷം അതൊരു അവസാന നിമിഷത്തോടൊക്കെയാണ്. അത് അത്യാവശ്യം വർക്കായ രംഗങ്ങളാണ്. പക്ഷേ നമ്മൾ അതുവരെയൊക്കെ കൊണ്ട് എത്തിക്കേണ്ടേ ഈ സിനിമ. അത് അപ്പോഴേക്കും നമ്മൾ എക്സോസ്റ്റഡ് ആവും. ഈ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു തീർക്കണമെന്നുള്ളതാണ്. രമേഷ് പിഷാരടി, അജു വർഗീസ് കോമ്പിനേഷൻ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഡയലോഗ്സ് വളരെ ഫ്ലാറ്റായിട്ട് തോന്നി. ഹ്യൂമറായിട്ട് ഇവർ മെനഞ്ഞെടുക്കുന്ന കുറച്ച് സീക്രട്ടുകൾ, അല്ലെങ്കിൽ ഇതിങ്ങനെ പോകാം സാറേ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ വർക്കാവുന്നില്ല. മാത്രമല്ല ഈ ധ്യാൻ ഈ സിനിമയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ധ്യാൻ ആരാധകർക്ക് നിരാശ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഉടനീളമുണ്ട്. പക്ഷേ രംഗങ്ങൾ കുറച്ചാണ് ഉള്ളത്. അതൊരു നെഗറ്റീവ് ധ്യാൻ ആരാധകർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ഹ്യൂമർ ഫൺ ബേസ്ഡ് സിനിമയായിട്ടൊന്നും ആപ് കേസേ ഹോ വളരെ നിരാശയായിട്ടാണ് സൃഷ്ടിക്കുന്നത്. ആ ജോണറിൽ ഈ സിനിമ വരുന്നത് കൊണ്ട് പറഞ്ഞതാണ്. നിരാശയായിരുന്നു ഫലം. മാത്രമല്ല ആ ദിവസം രാത്രി സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ടെൻഷൻ ബിൽഡ് ചെയ്യാനോ, അല്ലെങ്കിൽ അയ്യോ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്, ഇതെങ്ങനെയാണ് ഇത് പോകുന്നത്, അങ്ങനെ നമ്മൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നതൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ സംഭവം എന്നുള്ളതും കൂടി എടുത്ത് പറയട്ടെ. അങ്ങനെ പിടിച്ചിരുത്താത്ത ഒരു സംഭവമാകുമ്പോഴേക്കും പ്രേക്ഷകൻ്റെ ഇൻട്രസ്റ്റ് പയ്യെ പോയി തുടങ്ങും. അങ്ങനെ പയ്യെ ഈ സിനിമയുടെ ഇൻട്രസ്റ്റ് തന്നെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. മാത്രമല്ല ഈ സിനിമയുടെ ആദ്യ ഷോയ്ക്കാണ് പോയത് ഏരീസ് പ്ലെക്സ് തിയേറ്ററിലാണ്. അവിടെ ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. മാത്രമല്ല ഞാൻ റെസ്പോൺസ് എടുക്കാൻ പോയപ്പോൾ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് തുടങ്ങിയപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അതിൽ കുറച്ച് പേര് ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു ആപ് കേസേ ഹോ. അപ്പോൾ ഈ സിനിമയുടെ ഭാവി എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഒരു ധ്യാൻ ശ്രീനിവാസൻ ഫൺ എൻ്റർടൈനർ നിങ്ങൾ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിരാശരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എന്നിലെ പ്രേക്ഷകന് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഈ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ വിപരീത അഭിപ്രായമാണ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം തോന്നിയതെങ്കിൽ അതും തീർച്ചയായും രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.